ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ആ ദിവസം. ഇന്ന് നറുക്കെടുപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ച 2-ാം തീയതി ജൂൺ 2 നറുക്കെടുപ്പിൻ്റെ ദിവസമാണ്. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസമാണ്. അപ്പോൾ ഈ അന്നത്തെ ചോദ്യം വേറൊന്നുമായിരുന്നില്ല. അന്ന് കാണിച്ച ഷോൺ ലൈറ്റ് എത്ര പീസായിരുന്നു എന്നതായിരുന്നു ചോദ്യം. കറക്റ്റ് ആൻസർ 24 ഒരുപാട് പേര് 23 അയച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നിവർത്തിയ പീസ് ആരും എണ്ണിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ 24 കറക്റ്റ് ആൻസർ. മാഷാഅല്ലാഹ് 501 പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. 7:35 വരെ കറക്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. മഗ്‌രിബ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ 7:35 വരെയുള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 501 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ 24 കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ്, ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഐറ്റംസ് 58 ആണ്. ഒരുപാട് താമസിച്ചത് പോയതുകൊണ്ട് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ശേഷം നറുക്കെടുപ്പിലേക്ക് പോകും. അപ്പോൾ ഇതാ ആദ്യത്തെ ഒരു പീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി കറക്റ്റ് നിവർത്തി കാണിക്കുന്നുണ്ട്. നല്ലൊരു ഐറ്റംസാണ് ഹരീഷ് കുമാർ നിവർത്തിയിട്ടുള്ളത്. അപ്പോൾ 58 സൈസാണ് ഇത് ലെങ്ത്ത് വരുന്നത്. കറക്റ്റ് നീളം നോക്കിക്കോളൂ. പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. 100% കോട്ടൺ ആണ്. പിന്നെ സിബുള്ള ടൈപ്പാണ്. സിബിന് ഇവിടെ ഒരു ലോക്കിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്, വീതി വരുന്നത്, വിത്ത് വരുന്നത് 50 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും. പിന്നെ 58 ലെങ്ത്ത്. പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കയ്യിറക്കവും വരുന്നുണ്ട്. കൈമുട്ടിൻ്റെ താഴെ കിട്ടും. 16.5 സ്ലീവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ താഴെ എക്സ്ട്രാ 2 പീസ് വരും. ഇതാ ഈ ഒരു സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇതാ ഫുള്ളായിട്ടുള്ള വ്യൂ നോക്കിക്കോളൂ. ഇതുപോലെയാണ് ഉണ്ടാവുക. 58 സൈസ് ലെങ്ത്ത്, 50 ചെസ്റ്റ് അളവ്, 16.5 കയ്യിറക്കമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം. ഇതാ ഹരീഷ് കുമാറിന് ടൈം ആയതുകൊണ്ട് ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹരീഷ് കുമാർ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ ബാക്കിയുള്ള പീസ് കുറച്ച് സ്പീഡപ്പായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് 290 പക്ഷേ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 260 രൂപയ്ക്ക് തരും. യൂട്യൂബ് കണ്ടുവരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ അയച്ചു തരുന്നവർക്കും. പിന്നെ നിങ്ങൾ 3 പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും 250 രൂപയായിട്ടും തരും. പക്ക ഓഫർ പ്രൈസാണ്. കാരണം 58 നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. 100% കോട്ടൺ ആണ്. കാരണം ഒരുപാട് ലൈറ്റായി വീഡിയോ ചെയ്യാൻ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പിൽ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ സൈസ് കറക്റ്റ് കേൾക്കുക. 56, 54 വേണ്ടവർ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ചുരുക്കേണ്ടി വരും, ഷേപ്പ് ആക്കേണ്ടി വരും. അപ്പോൾ 58 ഇന്ന് കാണിക്കുന്ന സൈസ്. അപ്പോൾ ഇതിന് ശേഷം ഇൻഷാല്ലാഹ് നറുക്കെടുപ്പ് നടക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ ചോദ്യം കറക്റ്റ് വന്നിരിക്കുന്നത് എത്ര നൈറ്റി നിവർത്തി എന്നതായിരുന്നു. അതിൽ ഫാസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കറക്റ്റ് ആൻസർ പറയുന്ന വ്യക്തിക്ക് ഒരു ഷോൾ നൈറ്റ് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള ഫർസാന എന്ന് പറയുന്ന വ്യക്തിയാണ്. അതൊക്കെ ഈ വീഡിയോയുടെ, അതായത് നറുക്കെടുപ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കുക ഇൻഷാല്ലാഹ്. അപ്പോൾ ബാക്കി 4 പേരും ഏത് ജില്ലയിലാണെന്നൊക്കെ നോക്കാം ഇൻഷാല്ലാഹ്. കറക്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കിട്ടാത്തവർക്ക് തന്നെ ഇപ്രാവശ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. അതിൽ 501 പേരാണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട്, പങ്കെടുത്ത എല്ലാവർക്കും. ഇനിയും ഗിവേഴ്സൊക്കെ വരും. മാക്സിമം പങ്കെടുക്കുക. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള വീഡിയോസാണ്. ഇടയ്ക്കൊക്കെ ഗിവ് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൈറ്റീസ് ഗിഫ്റ്റൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഒരു മുടക്ക് മുതലും ഇല്ലാത്ത സംഭവങ്ങളാണ്, ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഈ സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്. സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ, അതേപോലെ വെറൈറ്റി കളക്ഷൻ. ഇവിടെ വരുന്നവർക്ക്, ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ച് വരിക വഴി അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ ഓഫർ പ്രൈസൊക്കെ നടക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ. അതൊക്കെ ഒന്ന് വീഡിയോ കണ്ട് പരമാവധി യൂട്ടിലൈസ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് 58 കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കുക. എന്നതിന് ശേഷം മാത്രം കമൻറ്റിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ കിട്ടാത്തവർക്ക് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് കിട്ടട്ടെ. 5 പേർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഇതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാ ഓറഞ്ച് കളറ്. അപ്പോൾ കുറച്ച് പീസും കൂടിയുണ്ട്. ഒരുപാട് പീസ് ഇന്ന് അടിച്ച് വന്നതാണ്. 58 കുറച്ച് പീസ് സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഇന്ന് യൂണിറ്റിൽ നിന്ന് ഒരുപാട് പീസ് 58 വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത്. പിന്നെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത്. കാരണം ഇപ്പോൾ ടൈം ഏകദേശം ഒരുപാട് വൈകി. കാരണം വീഡിയോ എടുക്കേണ്ട സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു, പിന്നെയും ഡിലേ ആയി. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക. ഞങ്ങളുടെ സന്ദർഭവും കൂടി മനസ്സിലാക്കുക. പിന്നെ ചിലവരൊക്കെ വാട്സപ്പിൽ
മെസ്സേജ് ചെയ്ത് കാണുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടാണ്. പക്ഷേ പക്ക റീപ്ലൈ കൊടുക്കും, റീപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ലായിരിക്കും, എന്തായാലും റീപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം സീസൺ ടൈം ആയതുകൊണ്ടാണ്, സ്കൂൾ സീസണും പെരുന്നാളൊക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ച് തിരക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക, അധികം ലേറ്റ് ആകാതെ തന്നെ പർച്ചേസ് ചെയ്യുക. ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും. അപ്പോൾ പെരുന്നാളിനൊക്കെ മുമ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ, കേരളത്തിനുള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ കിട്ടും, കാരണം 7-ാം തീയതിയാണ് പെരുന്നാൾ, ഇന്നിപ്പോൾ 2ആയി. 3-4 ഡേയ്സിലൊക്കെ എത്തുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് വേണ്ടവർക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അധികം പെട്ടെന്ന് വേണ്ടവർ DTDC എടുക്കേണ്ടി വരും. DTDC ആകുമ്പോൾ 1-2 ഡേയ്സിൽ എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. ഔട്ട് ഓഫ് കേരള DTDC ഹൈ ചാർജാണ്. പോസ്റ്റലാകുമ്പോൾ നോർമലി ഓൾ ഓവർ ഇന്ത്യ സെയിം ചാർജാണ്. അപ്പോൾ ഇത് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം നറുക്കെടുപ്പ് നടക്കും. അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നിങ്ങൾക്ക് തന്നെയാവാം ഇപ്രാവശ്യത്തെ ഭാഗ്യം, കാരണം ഇതുവരെ കിട്ടാത്തവർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി ഹരീഷ് കുമാർ നിവർത്തി കാണിക്കുന്നുണ്ട്. ഇതാ ലാസ്റ്റ് പീസും കൂടി നിവർത്തി കാണിക്കാം. അപ്പോൾ ഇതാ നല്ലൊരു മോഡൽ. അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പറയാം. 58 ലെങ്ത്ത് നീളം, 50 ചെസ്റ്റ് അളവ്, 16-17 അടുത്ത് കൈയിറക്കം. പിന്നെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്, 100% കോട്ടൺ ആണ്. റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് കേൾക്കുക. അപ്പോൾ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലി നേരത്തെ പറഞ്ഞ പോലെ ഷോൾ മാക്സിയുടെ ഭാഗ്യശാലി നേരത്തെ പറഞ്ഞ പോലെ ഫർസാന മലപ്പുറമാണ്. കൺഗ്രാജുലേഷൻ. ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് 33,683 ഇവർ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഷോൾ മാക്സിക്ക് അറിയായത് ഫർസാന മലപ്പുറമാണ്. ഇവർ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്തൊരു വ്യക്തിയാണ്. 24 ആയിരുന്നു കറക്റ്റ് ആൻസർ, 24 ആയിരുന്നു. അപ്പോൾ 9:59 കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും 10 മണി, 10:01, 10:02 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോൾ മാക്സിയുടെ വിന്നറെ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തെ ഭാഗ്യശാലി, 3ാമത്തെ ഭാഗ്യശാലി, 4ാമത്തെ ഭാഗ്യശാലി, 5ാമത്തെ ഭാഗ്യശാലി, അങ്ങനെ 4 പേർക്കും കൂടി നോർമൽ നൈറ്റീസ് കിട്ടാനുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. അത് ഏത് സൈസ് വേണമെങ്കിലും കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം. കുറച്ച് പീസ് അയച്ചു തരും, അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പ് അപ്പോൾ കറക്റ്റ് 501 പേരായതുകൊണ്ട് തന്നെ ആദ്യത്തെ റോയിൽ 5 വരുന്നതെങ്കിൽ പിന്നെ 2ാമത്തെ റോയിലുള്ളത് എടുക്കില്ല, കാരണം 501 പേരാണുള്ളത്. അതുകൊണ്ട് 2ാമത്തെ റോയിലുള്ളത് എടുക്കില്ല. 2ാമത്തെ റോ ഓൾറെഡി 0 ആയി പ്രഖ്യാപിക്കും. പിന്നെ 1, 2, 3 ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ 3ാമത്തെ റോയിലുള്ളത്, അതായത് 5 ഫസ്റ്റത്തെ റോയിൽ എടുക്കുമ്പോൾ 5 വരുന്നതെങ്കിൽ പിന്നെ 2ാമത്തെ റോ എടുക്കാതെ 3ാമത്തെ റോ ഡയറക്റ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ റോയിൽ 0ഉം 1ഉം മാത്രമേ ഇടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ 500 അല്ലെങ്കിൽ 501, അങ്ങനെ 2 പേർക്കുള്ള നറുക്കെടുപ്പായിരിക്കും. ആദ്യത്തെ റോയിൽ 5 വന്നാൽ ഇടുക. ബാക്കിയെല്ലാം വരുന്നതാണെങ്കിൽ നോർമലി ഇടുന്ന പോലെ തന്നെ ഇടും. അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള നിങ്ങളുടെ ഹരീഷ് കുമാർ ആദ്യത്തെ റോയിലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട്. 0, 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് 501 പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്, 24 എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതാ നോർമൽ നൈറ്റിക്കുള്ള 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പ് നോക്കിക്കോളൂ എത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ 3 കറക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ റോയിൽ 3, ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെക്കുന്നുണ്ട്, അതായത് ഇവിടെ സൈഡായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള 2ാമത്തെ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇൻഷാല്ലാ. ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ 300 സംതിങ് ഉള്ള ആയിരിക്കും കിട്ടുക. ആദ്യത്തെ റോയിൽ 3 വന്നതുകൊണ്ട്. അപ്പോൾ ഇതാ 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള 2ാമത്തെ റൗണ്ട്. ഇൻഷാല്ലാ നോർമൽ നൈറ്റി ആയാലും നല്ലൊരു നൈറ്റി ആയിരിക്കും കൊടുക്കുക. പെരുന്നാൾ പ്രമാണിച്ച് പെട്ടെന്ന് തന്നെ അയച്ചും കൊടുക്കും. 3-5 350 സംതിങ് ഉള്ള ആയിരിക്കും. ഒരു നമ്പേഴ്സ് മാറ്റി വെച്ചു. അപ്പോൾ ഇതാ 2ാമത്തെ റൗണ്ടിലുള്ള ലാസ്റ്റ് ഫിനിഷിംഗ് റൗണ്ടാണ്. 2ാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫിനിഷിംഗ് റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നോക്കാം, കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ. അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട്. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. ഇതാ 356 കറക്റ്റ്. ഇത് 9 അല്ല 6. അപ്പോൾ 356 ഏതാ നമ്പർ എന്ന് വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു തരാം. മാഷാല്ലാ, വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ 356 വന്നിരിക്കുന്നത്. ഇതുവരെ കിട്ടാത്ത ജില്ലയാണെന്ന് തോന്നുന്നു, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലുള്ള സൈഫുന്നിസ എന്ന വ്യക്തിക്കാണ്. ഇവർ ഒരുപാട് തവണ പങ്കെടുത്തൊരു വ്യക്തിയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇവർക്ക് ഭാഗ്യം കടാക്ഷിച്ചിട്ടുള്ളത്. ഇവർ ഇന്നെങ്കിലും കിട്ടുമോ എന്ന് ഇപ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പോൾ മാഷാല്ലാ പഠിച്ചവൻ അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നോർമൽ നൈറ്റ് ഇവർക്ക് കിട്ടുന്നതാണ് പാലക്കാട് ജില്ലയിലുള്ള സൈഫുന്നിസ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇവർ രണ്ടുപേരും ഫർസാന മലപ്പുറം സൈഫുന്നീസ പാലക്കാട് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ. അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അപ്പോൾ ഫർസാനക്ക് കിട്ടുക നല്ലൊരു ഷോൾ നൈറ്റി ആയിരിക്കും. ഏത് സൈസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സൈഫുന്നീസ പാലക്കാടിൻ്റെ ഒരു നോർമൽ നൈറ്റി ഏത് സൈസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നേരെ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. ഇതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. ആയിരിക്കും കിട്ടുക ഒരു നോർമൽ നൈറ്റിയാണ്. ഇതാ അതിനുള്ള കറക്റ്റ് ഞാൻ എടുക്കാം, നോക്കാം. ഞാൻ കാണുന്നൊന്നുമില്ല, കറക്റ്റ് കാണാതെ തന്നെ എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇതാ നോക്കിക്കോളൂ. കറക്റ്റ് വന്നിട്ടുള്ളത് 2-ാം നമ്പറാണ്. ഓക്കെ, ദാ ഫസ്റ്റ് റോയിൽ വന്നിട്ടുള്ളത് 2 ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റോയിൽ 2 വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ റോയിലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട്. ഓക്കെ, ഇതാ രണ്ടാമത്തെ റോയിൽ ഇടുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റോ ആദ്യം വന്നത് 2 ആയതുകൊണ്ട് തന്നെ 200 സംതിങ്ങുള്ളായിരിക്കെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതാ രണ്ടാമത്തെ റൗണ്ടും ഞാൻ തന്നെ എടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള. അപ്പോൾ ഇതാ വന്നിരിക്കുന്നത് 7 ആണ്. 270 സംതിങ് ആയിരിക്കും, 27. അപ്പോൾ ഇതാ മൂന്നാമത്തെ റൗണ്ട് കൂടി നടക്കുകയാണ്. മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ടാണ്. അപ്പോൾ നോക്കാം, അവർക്ക് കിട്ടിയാലും സന്തോഷം, കിട്ടാത്തവർക്ക് കിട്ടട്ടെ. ഇപ്പം കിട്ടിയ 2 പേർക്കും ഫസ്റ്റ് ടൈമാണ്. ഇതുവരെ കിട്ടാത്തവരാണ് സൈഫുന്നീസയും അതേപോലെ ഫർസാനയും. അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട്. മാഷാ അല്ലാ ഇതാ 272 ആണ്. 272 നോക്കാം, വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ മാഷാ അല്ലാ 272 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അഫ്നിദ, കണ്ണൂർ ജില്ല ചൊക്ലി എന്ന സ്ഥലത്തുള്ള വ്യക്തിക്കാണ്. അഫ്നിദയും ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഇവരും ഒരുപാട് തവണ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് 68-272 കറക്റ്റ് ആ നമ്പർ തന്നെ ലക്കി നമ്പറായിട്ടും കിട്ടിയിട്ടുണ്ട് 272. അപ്പോൾ ഇവരും ഈ വീഡിയോ കാണുന്നെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പറഞ്ഞ റൂൾസൊക്കെ പാലിച്ചിട്ടുള്ളതെന്നുള്ളത് കറക്റ്റ് ഒന്ന് അയച്ചു തരിക, സ്ക്രീൻഷോട്ടൊക്കെ. അപ്പോൾ 3 പേർക്കും കൺഗ്രാജുലേഷൻ. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, ഇനി 2 പേർക്കും കൂടിയുണ്ട്. അപ്പോൾ നോക്കാം. ഇതാ അപ്പോൾ 4ാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ കറക്റ്റ് നമ്പേഴ്സ് കറക്റ്റാക്കി വെക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇതാ 4ാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് ഹരീഷ് കുമാർ എന്ന് എടുക്കുന്നുണ്ട്. 4ാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട് നോക്കാം, ആർക്കാണെന്ന് നോക്കാം. എത്രയായിരുന്നു? ഇതാ വീണ്ടും 2 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചു. അപ്പോൾ ഇതാ 4ാമത്തെ ഭാഗ്യശാലിക്കുള്ള സെക്കൻഡ് റൗണ്ട് നടക്കുകയാണ്. ഓക്കെ, ഇതിലൊരു ഉടായ്പുമില്ല, കറക്റ്റ് സത്യസന്ധമായി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം 3 വന്ന ജില്ലയും വ്യത്യസ്തമായ ജില്ലയാണ്. ആദ്യം വന്നത് മലപ്പുറം, പിന്നെ വന്നത് പാലക്കാട്, പിന്നെ വന്നത് കണ്ണൂരാണ്. അപ്പോൾ ഇത് നമ്പർ കാണിച്ചോളൂ. അപ്പോൾ ഇത് 26 വന്നിരിക്കുന്നത്. 260 സംതിങ് ഉള്ളായിരിക്കെങ്കിലായിരിക്കും. അപ്പോൾ ഇത് 3ാമത്തെ റൗണ്ട് കൂടി നടക്കുകയാണ്. ഫൈനൽ റൗണ്ട് 4ാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ, ആരും വിഷമിക്കരുത്. എല്ലാവർക്കും കിട്ടേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ടാസ്ക് മാറ്റിയത്. ഏറ്റവും ഫസ്റ്റ് പറയുന്നവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു റൂൾസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ വീണ്ടും 262 വന്നിട്ടുള്ളത്. നേരത്തെ വന്ന 272 ആയിരുന്നു. അപ്പോൾ 262 വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. അപ്പോൾ മാഷാ അല്ലാ 262 വന്നിരിക്കുന്നത് ശൈലജ ഷക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അത് എറണാകുളം ജില്ലയാണ്. ഇപ്പം വന്ന 4 ജില്ലയും വേറെ വേറെ ജില്ലയാണ്. ഒരുപാട് പേര് കണ്ണൂർ, മലപ്പുറം മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം 4ാമത്തെ ഭാഗ്യം കടാക്ഷിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലുള്ള ശൈലജ ഷക്കീർ എന്ന പറയുന്നൊരു വ്യക്തിക്കാണ്. ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് ഫോൺ നമ്പർ 05531. ഇവർ 4 പേരും ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ കാണുന്നെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാ ലാസ്റ്റ് ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. 5ാമത്തെ ഭാഗ്യശാലി, അതും ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ. അപ്പോൾ ഇപ്പം കിട്ടിയ 4 പേരും ഫസ്റ്റ് ടൈം കിട്ടുന്നവരാണ്. ഒരുപാട് തവണ പങ്കെടുത്തിട്ട് ഫസ്റ്റ് ടൈം കിട്ടുന്ന ഭാഗ്യശാലികളാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് വളരെയധികം സന്തോഷം. അപ്പോൾ ഇൻഷാ അല്ലാ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 5ാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫൈനൽ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട്. ഇപ്പോൾ നോക്കാം, കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ, കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ. അപ്പോൾ ഇപ്പം കിട്ടിയ 4 ജില്ലയും വ്യത്യസ്തമായിട്ടുള്ള ജില്ലയാണ്. അപ്പോൾ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. 2 ഹരീഷ് കുമാർ എടുത്തു, 2 ഞാൻ എടുക്കുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഇതാ 0 ആണ് വന്നിരിക്കുന്നത്. നോക്കാം 0. അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റിവെച്ചു. അപ്പോൾ 0 വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ്. 5ാമത്തെ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം.
അപ്പോൾ ഇതാ രണ്ടാമത്തെ റൗണ്ട്, 5ാമത്തെ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. നോക്കുന്നൊന്നുമില്ല, ഒരു കളങ്കവുമില്ല. അപ്പോൾ ഇതാ 05 ആണ്. 05 നോക്കാം, 50 സംതിങ് ഉള്ള ആയിരിക്കെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നോക്കാം, 05 വന്നു. അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട്, ഫൈനൽ ഭാഗ്യശാലിക്കുള്ള അവസാന റൗണ്ടാണ്. അപ്പോൾ കിട്ടാത്തവർക്ക് തന്നെ കിട്ടും എന്നൊരു ആകാംക്ഷയോടെ ഇതാ ഫൈനൽ റൗണ്ട്. അപ്പോൾ ഇതാ ബിസ്മില്ലാ. ഓക്കെ, അപ്പോൾ ഇതാ 055 വന്നിരിക്കുന്നത്. 055 നോക്കാം, വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. മാഷാ അല്ലാ 055 വന്നിരിക്കുന്നത് ഇപ്രാവശ്യം അടിപൊളിയാണ്. കാരണം 5 ജില്ലക്കാണ്. വളരെയധികം ഹാപ്പിയാണ്. കാരണം 5 ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടി എന്നുള്ളതിലാണ്. അപ്പോൾ ഇതാ കറക്റ്റ് 055 വന്നിരിക്കുന്നത് മൈമൂന കാസർഗോഡാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ മൈമൂന കാസർഗോഡ്. ഈ വീഡിയോ കാണുന്നതെങ്കിൽ 5 പേരും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് 96 ഇപ്പോൾ ഇപ്രാവശ്യം 5 ജില്ല ആയതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ 5 ഫസ്റ്റ് ടൈം കിട്ടുന്നവരാണ്, ഒരുപാട് തവണ പങ്കെടുത്തവരുമാണ്. അപ്പം വളരെയധികം സന്തോഷം. ബാക്കി 496 പേരുണ്ടെന്നറിയാം. അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. എന്നാലും നിങ്ങൾ ചാൻസ് മുടക്കരുത്. ഇനിയും ഗിവ് വേ വന്നാൽ പങ്കെടുക്കുക. കാരണം ഇനിയുള്ള ഗിവേഴ്സ് ഒക്കെ ഇതുപോലെയായിരിക്കും. ഫസ്റ്റ് ആൻസർ പറയുന്നവർക്ക് എന്തായാലും നിർബന്ധമായും ഒരു നൈറ്റി, അതായത് ഒരു സമ്മാനം എന്തായാലും കിട്ടും. നൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിക്കോട്ടെ, ഒരു ഗിഫ്റ്റ് എന്തായാലും കിട്ടും. അങ്ങനെയുള്ള ഗിവ് വേ ആയിരിക്കും ഇനി വെക്കുക. അപ്പോൾ മറക്കാതെ മുടങ്ങാതെ എല്ലാ വീഡിയോസും കാണുക, ഗിവ് വേയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരേക്കും ബൈ.